ഇന്ന് നമ്മൾ ഉടുപ്പിയിലെ മാൽപ്പെ ബീച്ചും സെന്റ് മേരീസ് ഐലൻഡും കാണാനാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ എക്സിക്യൂട്ടീവ് ലോഞ്ച് മണിക്കൂറിന് 60 രൂപയുള്ളൂ. ഫ്രഷ് ആവാം, റെസ്റ്റ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി വിളിക്കാം. മാൽപ്പെ ബീച്ചിലേക്ക് 750 രൂപ, ഓട്ടോ ആണെങ്കിൽ 250 രൂപ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ചെറിയ കടകളുണ്ട്. ഫ്രഷപ്പിനും ബ്രേക്ക്ഫാസ്റ്റിനും ശേഷം മാൽപ്പെ ബീച്ചിലേക്ക് മോഹങ്ങളുമായി നമ്മൾ എത്തിച്ചേരുന്നു. നമ്മെ സ്വീകരിക്കാൻ എന്നോണം ഗാന്ധിജി വളരെ ശാന്തമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നതാണ് മാൽപ്പെ ബീച്ച്. വളരെ മനോഹരമായ ബീച്ചാണ്. നമ്മൾ മോർണിംഗിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത്രയ്ക്ക് ആളുകൾ വന്നിട്ടില്ല. വൈകിട്ടാണ് കുറച്ചുകൂടി ബീച്ചിന്റെ ഒരു വൈബ് മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ വളരെ ശാന്തമായി കിടക്കുന്ന മാൽപ്പെ ബീച്ച്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കൊക്കെ ആളുകൾ വന്നു തുടങ്ങി. കുറച്ച് ആളുകളൊക്കെ ബീച്ചിലും രാവിലെ എത്തിയിട്ടുണ്ട്. ഇവിടെ റിസോർട്ടുകളും താമസ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ്. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾക്കുള്ള ഒരുക്കങ്ങളിലാണ് അവിടുത്തെ ജീവനക്കാർ. ഒൻപതരയോടുകൂടി ഐലൻഡിലേക്കുള്ള ആദ്യ ബോട്ട് സർവീസുകൾ തുടങ്ങുകയാണ്. പ്രൈവറ്റ് ബോട്ടാണെങ്കിൽ 400 രൂപ, ഗവൺമെൻറ് ബോട്ടാണെങ്കിൽ 300 രൂപയാണ് ചാർജ്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ തന്നെ കയറി സീറ്റ് പിടിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം നമ്മളെയും കൊണ്ട് ആ ബോട്ട് കടലിലൂടെ സെന്റ് മേരീസ് ഐലൻഡ് ലക്ഷ്യമാക്കി കുതിക്കാൻ തുടങ്ങുകയാണ്. അരമണിക്കൂറോളം നീളുന്ന കടൽ യാത്രയ്ക്ക് ശേഷം അങ്ങകലെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സെന്റ് മേരീസ് ഐലൻഡ് കാണാൻ തുടങ്ങുന്നു. നല്ല നീല നിറത്തിലുള്ള കടലും കടന്ന് പാറക്കെട്ടുകളും തെളിഞ്ഞ ജലവുമുള്ള സെന്റ് മേരീസ് ഐലൻഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. അപ്പൊ ഇതാണ് ഐലൻഡിലേക്കുള്ള എൻട്രി. ചെറിയൊരു ലക്ഷദ്വീപിന്റെ ഒരു ഫീലൊക്കെ തോന്നുന്ന സ്ഥലം. ഐലൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് അതിന്റെ എൻട്രി. ഇങ്ങനെ നമ്മള് കുറച്ച് തണലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കടലിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കും. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. 2021 വന്നതിൽ നിന്നും ചെറിയ മാറ്റങ്ങളെല്ലാം കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ട് അതൊന്നും ലഭിച്ചിരുന്നില്ല. ലാവ ഉറച്ച് രൂപപ്പെട്ട പ്രത്യേക ഷേപ്പിലുള്ള കല്ലുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കല്ല് കൽപ്പന നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എവിടെ നോക്കിയാലും കക്കകളാണ്. ക്ലിയർ സൂപ്പർ കഥയാണ്. എത്ര കാലം മതിയാവില്ല.
പണ്ട് വന്നപ്പോൾ കടലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങി കുളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചില നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെയോളം അവിടെ നമുക്ക് ചെലവഴിച്ച് തിരിച്ച് ബോട്ടില് മാൽപ്പെ ബീച്ചിലേക്ക് തന്നെ മടങ്ങുന്നു. വലിയ ബഡ്ജറ്റ് ഉള്ളവർക്ക് വലിയ റിസോർട്ടുകളൊക്കെ ബീച്ചിലുണ്ട്. ലഞ്ചും റെസ്റ്റും അതിനുശേഷം നമ്മൾ മാൽപ്പെ ബീച്ചിന്റെ ഈവനിങ് വൈബിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ ഇവിടെ അവൈലബിൾ ആണ്. ബനാന റൈഡ്, ബമ്പർ റൈഡ്, വാട്ടർ ജെറ്റ്, വാട്ടർ സ്പീഡ് ബോട്ട്, പാരാഗ്ലൈഡിംഗ്, എയർ ബലൂൺ തുടങ്ങിയവ. നമ്മൾ ഗോവൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ലെന്ന് മാത്രം. രാത്രിയിലെ ഫുഡിനായിട്ട് വെറൈറ്റി സീ ഫുഡ് കൗണ്ടറുകൾ ലഭ്യമാണ്. ഇനി ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടലുകളും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ, അതായത് ട്രെയിനിൽ അങ്ങോട്ട് 300, ഇങ്ങോട്ട് 300, ബോട്ടിന് 400, 1000 രൂപയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെലവ്. പിന്നെ ഭക്ഷണവും മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റികളാണ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണെങ്കിൽ ഏകദേശം ഒരു 1500 രൂപയ്ക്ക് താമസമില്ലാതെ പോയി വരാവുന്ന ട്രിപ്പാണ് സെന്റ് മേരീസ് ഐലൻഡ് യാത്ര. അപ്പം ഇതാണ് ഈ യാത്രയിലെ എൻ്റെ ടീംമേറ്റ്സ്. അപ്പോൾ മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു.